അനാഥരായ മണിക്കുട്ടിയും കനിയും ഉണ്ണിക്കുട്ടനും ഫാദറിനൊപ്പം പുതിയ പള്ളിയിലേക്ക് പോകുന്നു. 15 വർഷങ്ങൾക്ക് ശേഷവും മണിക്കുട്ടി ബുദ്ധി വളർച്ചയെത്താത്ത കുട്ടിയായി ഫാദറിന്റെ സംരക്ഷണയിൽ കഴിയുന്നു. നാട്ടുകാർക്കെല്ലാം ശല്യമായി തീരുന്ന മണിക്കുട്ടിക്ക് അമ്മയായി മാറുന്ന കനി. തുടർന്ന് കാണുക. അക്കരക്ക് യാത്രയെയും സിയോ സഞ്ചാരി. ഇപ്പൊ സമയം എത്രയായി? ഏത് സമയം മണിക്കുട്ടിക്ക് അറിയേണ്ടത്? ഇന്ത്യൻ സമയമാണോ, ഗൾഫ് സമയമാണോ, അതോ റെയിൽവേ സമയമോ? ഉണ്ണിക്കുത്തൻ വരുന്ന സമയം. ഓ, ആ സമയമാവാൻ ഇനി കുറച്ചുകൂടി സമയം എടുക്കും കേട്ടാ. ആ ചെല്ലേ. അവളുടെ ഒരു ഉണ്ണിക്കുട്ടൻ. അച്ഛോ, ഉണ്ണിക്കുത്തൻ എന്താ വരാത്ത? ഞാൻ എത്ര നേരം കാത്തു നിൽക്കാന്നറിയോ? ഉണ്ണിക്കുട്ടൻ സാധാരണ വരുന്ന സമയമാകുന്നതേ ഉള്ളൂ മണിക്കുട്ടി. നീ ഇങ്ങനെ കിടന്ന് പിടക്കാതെ, അവൻ വന്നോളും. എന്റെ കർത്താവേ, ഇങ്ങനെയും ഒരു ഏട്ടനും അനിയത്തിയും. ആ കാണുന്നില്ലല്ലോ. എന്നാലും ഉണ്ണിക്കുത്തൻ എന്താ താമസിക്കുന്നേ? മണിക്കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. മണിക്കുട്ടി, ആഹാ, നീയായിരുന്നോ? നല്ല പണിയാ നീ കാണിച്ച്. മണിക്കുട്ടി ആകെ പേടിച്ചു പോയില്ലേ? ഉണ്ണിക്കുട്ടൻ വരുന്നു അറിഞ്ഞിട്ട് നേരം വെളുത്തപ്പോ മുതൽ നോക്കിയിരിക്കായിരുന്നു അവള്. ഇതിത്തിരി കൂടി പോയി കേട്ടോ. കനിച്ചേച്ചി, മുമ്പത്തെക്കാൾ ഇത്തിരി ക്ഷീണിച്ചും തോന്നല്ലോ. അത് നിനക്ക് വെറുതെ തോന്നുന്ന മോനെ. എന്റെ കാര്യം വിട്. നിന്റെ മുഖം മൂടി കണ്ട് ഒരാള് പേടിച്ചോടിയില്ലേ ഇപ്പോ? ആദ്യം അവള് പോയി സമാധാനിപ്പിക്കും. അതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് പിടിക്ക്. എന്താ കുട്ടി? ഭൂതോ? എവിടെ? മണിക്കുട്ടി, മണിക്കുട്ടി, ഉണ്ണിക്കുത്തൻ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേള്ളൂ. രാവിലെ തൊട്ട് നോക്കി നിൽക്കുമായിരുന്നു. ബസ് കിട്ടാൻ വൈകി മണിക്കുട്ടി, അതാ. ഉണ്ണിക്കുട്ട, പിന്നുണ്ടല്ലോ ഒരു ഭൂതം വന്നെ പേടിപ്പിച്ചു. ഭൂതോ? എന്റെ മണിക്കുട്ടിയെ പേടിപ്പിച്ച ഭൂതത്തെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അതെ, വെറുതെ വിടാൻ പാടില്ല. ആ ഭൂതത്തെ കൊല്ലണം. എന്നാ പിന്നെ ഭൂതത്തെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം. വാ. ഈ കുട്ടികളുടെ ഒരു കാര്യം. മണിക്കുട്ടി, ഇവിടെയല്ലേ ഭൂതത്തെ കണ്ടത്? ആ അതെ, ഉണ്ണിക്കുത്തിനെ കാത്ത് ഇവിടെ നിന്നപ്പോഴാ ഭൂതം വന്നെന്നെ പേടിപ്പിച്ച. ഇവിടെ തന്നെയാ ഭൂതമുള്ള. ഇപ്പൊ ശരിയാക്കി കേട്ടോ. ഭൂതമേ, ഓ ഭൂതമേ, ഇനി എങ്ങാനും എന്റെ മണിക്കുട്ടിയെ പേടിപ്പിച്ചാലുണ്ടല്ലോ. അല്ല ഉണ്ണിക്കുത്ത, ഭൂതം എവിടെ ഉള്ളതെന്ന് ഉണ്ണിക്കുത്തൻ എങ്ങനെ അറിയാം? ഭൂതം എന്നെ പേടിപ്പിക്കുന്നത് ഉണ്ണിക്കുത്തൻ കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ മണിക്കുട്ടിയെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ണിക്കുട്ട. നമ്മുടെ മണിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അല്ലേ? ആ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു. സീസൺ കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. കോഴ്സ് കഴിയാൻ ഇനി 1 വർഷം കൂടി ഉണ്ട്.
മാലക്കുട്ടി മണിക്കുട്ടി വന്നല്ലോ മണിക്കുട്ടിയുടെ മാലാഖ. ഇനി മണിക്കുട്ടിയെ നോക്കണ്ട. ഏഞ്ചലെ ഉണ്ണിക്കുട്ടൻ കൊറേ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ടാവും. വാ നോക്കിട്ട് വരാം. എഞ്ചലേ, കനിമേ കളിപ്പാട്ടമൊക്കെ എവിടെയാ? ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ. നമസ്കാരം ഫാദർ. നമസ്കാരം. മണിക്കുട്ടിയെ കാണാൻ കൃത്യം വീക്കെൻഡിന് തന്നെ ഉണ്ണി എത്തിയല്ലേ? ഒരവധി ദിവസം കിട്ടിയാൽ ഉണ്ണിക്കുട്ടൻ ഇവിടെ എത്തിയിരിക്കും. സ്നേഹത്തിന് ദൂരം ബാധകമേ അല്ലല്ലോ. ആ, എങ്കിലും വേണ്ടപ്പെട്ടവർ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്നത് ഒരു സുഖം തന്നെ. പിന്നെ തിരുമുറ്റത്ത് എക്സ്പോർട്ടേഴ്സിൽ ഉണ്ണിക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ ബാംഗ്ലൂരിൽ ഇപ്പോ കോഴ്സും ജോലി ഒരുമിച്ചാ. ഓ, 1 വർഷത്തോടെ അവിടുത്തെ ബോണ്ട് കാലാവധി തീരും. അത് കഴിഞ്ഞാ ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു വലിയ മനസ്സാണ് തിരുമുറ്റത്ത് ഹരിനാരായണനെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. ഉം. കനി, മണിക്കുട്ടി, ഉണ്ണി ഇവരൊക്കെ എന്നെ നാൾക്ക് നാൾ അമ്പരപ്പിച്ചോണ്ടിരിക്കുക. ലീവ് കിട്ടിയ ബാംഗ്ലൂരിന്ന് ഉണ്ണിക്കുട്ടൻ പറന്നു വരുന്നു. ഒരു സെക്കൻഡ് കിട്ടിയാലോ എന്റെ ഏഞ്ചൽ മോൾ ഇവിടേക്ക് ഓടിയെത്തുന്നു. മണിക്കുട്ടിയും പിന്നെ കനിയും മോളെ സ്നേഹം കൊണ്ട് പൊതിയുന്നു. ഇവരുടെ സാമീപ്യമാണ് ഏഞ്ചൽ മോളുടെ സ്വർഗം. മണിക്കുട്ടിക്ക് അരികിലെത്തുമ്പോഴാണ് എന്റെ മോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അവളുടെ സന്തോഷം, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. ഉം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഫാദർ. ശരി, അങ്ങനെ ആവട്ടെ. ശരി. ആ. ഉം. ആ. ചോദിക്ക്. ഏഞ്ചലിനെ ആ പൊട്ടിപ്പെണ്ണിന്റെ അടുത്താക്കിയിട്ട് വരികയായിരിക്കും ഏട്ടൻ, അല്ലേ? അതറിയാലോ, പിന്നെന്തിനായി ചോദ്യം? ആൾക്കാർ മുള്ളും മുനയും വെച്ച് ഓരോന്ന് പറയുമ്പോ എങ്ങനെ ചോദിക്കാതിരിക്കും? എന്റെ മോളുടെ കാര്യത്തിൽ ആൾക്കാർക്കെന്താ എത്ര പറയാനുള്ളത്? മണിക്കുട്ടിയുടെയും കനിയുടെ അടുത്ത് നിൽക്കുന്നതും അവരോടൊപ്പം കളിക്കുന്നതും ഏഞ്ചലിന് ഇഷ്ടം. ഞാനത് സാധിച്ചു കൊടുക്കുന്നു. അതിനാരും മുഖം ചുളിക്കേണ്ട ഒരു കാര്യമില്ല. അതല്ലല്ലോളിയ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ. അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നിട്ടും ഏഞ്ചലിനെ കണ്ടെടുത്തൊക്കെ കൊണ്ടാക്കാന്ന് വെച്ചാ അതും കാശ് കൊടുത്തും. നാളെ കുറെ ആയില്ലേ ഇത് തുടങ്ങിയിട്ട്? സ്കൂളുള്ള ദിവസമാണെങ്കിൽ സ്കൂൾ വിട്ടാൽ ഉടനെ അങ്ങോട്ടേക്ക്, അല്ലാത്ത ദിവസം മുഴുവൻ സമയം അവിടെ തന്നെ. ഏട്ടനോട് പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്താ, ഞങ്ങളൊന്നും മനുഷ്യരല്ലേ? അത് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. ഏഞ്ചലിനോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. സദാ സമയം ആ പൊട്ടിപ്പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ഓടി നടന്ന ഏഞ്ചലും ചിലപ്പോ എന്നുള്ള സഹവാസം ഒരാളുടെ ബുദ്ധിയെ തന്നെ മാറ്റിമറിക്കുമെന്നാ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ പോയ ഏഞ്ചലിന്റെ ബുദ്ധിക്കും മതി. അല്ല, ഞങ്ങളാരും ഏഞ്ചലിനെ നോക്കുന്ന പിടിക്കുന്നില്ലെങ്കിൽ ഏഞ്ചലിനെ നോക്കാൻ മാത്രം ഒരാളെ വെച്ചാ പോരെ ഇവിടെ? അല്ല, ആ വഴിക്കൊന്ന് ചിന്തിച്ചൂടെ അളിയന്? അമ്പിളിക്കുട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയുന്നതാ ഏഞ്ചലിന് ഇഷ്ടം മണിക്കുട്ടിയുടെ അടുത്ത് പോകുന്നതാന്ന്. അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവുമില്ല. പിന്നെന്തിനാ ഇങ്ങനെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. മാസ ശമ്പളത്തിന് ഏഞ്ചലിനെ നോക്കുന്നവരല്ല കനിയും മണിക്കുട്ടിയും. ഏഞ്ചലിന് മണിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാ. മണിക്കുട്ടിക്കും അതുപോലെ തന്നെയാ ഏഞ്ചലിനെ. അമ്മയില്ലാത്ത ഏഞ്ചലിന് അവിടെ എല്ലാം കിട്ടുന്നുണ്ട്. മേലിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ആരും. ഹരി, അയ്യേ,
അവിടെ ഒരു ബഹളം? അതിന് പുതുമയൊന്നുമില്ല അച്ഛാ. ഏഞ്ചലിനെ പള്ളിയിൽ മണിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവിടുന്നതിൽ മാനം പോകുന്നു പറഞ്ഞ് ആതിരയുടെ തുള്ളല്. അതിന് താളം പിടിച്ചോണ്ട് അമ്പിളിക്കുട്ടനും. ഉം. അവൾക്കും സൂര്യനും മാത്രമേ ഈ ചൊറിച്ചിലുള്ളൂ. അധികം പറയുന്ന എന്റെ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങി പോന്നു. അത് നന്നായി. രണ്ട് കൈയും കൂടി കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാകൂ. ഉം. പള്ളിയിൽ നിന്ന് വന്നാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മണിക്കുട്ടിയും കനിയും കുറിച്ച് ഏഞ്ചൽ മോൾ വർണ്ണിക്കുന്നത് കേട്ടാൽ അവൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴം മനസ്സിലാക്കാൻ കഴിയും. അവൾ ആഗ്രഹിക്കുന്നത് കൊടുക്കുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ പേരിൽ നിനക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്. നീ അത് മനസ്സിലാക്കണം. ഏഞ്ചലിന് വേണ്ടി സമയത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടിരിക്കുക നീ ഇപ്പോൾ. ബിസിനസ് പരമായ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്ന സ്ഥിതിയുമുണ്ട്. അച്ഛാ, ഞാൻ നിമിത്തം ബിസിനസ്സിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. അതെനിക്കറിയാം ഹരി. നിന്നിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാ. തിരുമുറ്റത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ തലപ്പത്ത് ഞാനാണെങ്കിലും അതിൻ്റെ എല്ലാ നെടുന്തൂണ് നീയാ. തിരുമുറ്റത്ത് ഹരിനാരായണൻ. എൻ്റെ ശരികൾ നന്നായി നിനക്കറിയാം. ആ വഴിയിലൂടെ നീ പോകൂ എന്നെനിക്കുറപ്പുണ്ട്. അതുകൊണ്ടാ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ആനിയെ പ്രണയിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എതിരെ നിൽക്കാതിരുന്നത്. അന്യമതങ്ങളിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ ചൊല്ലി നാനാഭാഗത്തു നിന്നും കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നിനക്കൊപ്പം നിന്നു. ആ ഞാൻ തന്നെയാ ഇപ്പോൾ പറയുന്നത്. വെറുതെ ജീവിതം പാഴാക്കി കളയരുത്. അച്ഛാ, നീ ഒരു വിവാഹം കഴിക്കണം. ഏഞ്ചൽ മോളോട് 100% സ്നേഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അതാ. അവളെ നോക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെയായി ഒരാൾ വേണം. ഒരു തുണയില്ലാതെ എത്ര കാലം ഇങ്ങനെ പോകും? ഏഞ്ചൽ മോക്ക് വേണ്ടി നീ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരമ്മയുടെ തണലിൽ വളരുന്നതിൻ്റെ സുഖവും സുരക്ഷിതത്വവും മറ്റൊന്നിലും കിട്ടില്ല. അച്ഛാ, ഇതൊക്കെ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയമല്ലേ? ഇതങ്ങനെ അവസാനിപ്പിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ആനിയുടെ സ്ഥാനത്ത് വേറൊരാൾ. എനിക്കത് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല അച്ഛാ. ഏഞ്ചലിനെ എനിക്ക് തന്നിട്ട് എന്റെ ആനി പോയി. ഈ ലോകത്ത് നിന്ന് അവള് പോയിട്ടുള്ളൂ, എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആനിക്ക് പകരമാവാൻ മറ്റൊരാൾക്കും സാധിക്കില്ല. തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ മകൻ ഹരിനാരായണന് ഒരു ഭാര്യയേ ഉള്ളൂ, ആനി മാത്രം. എല്ലാ രീതിയിലും ഏഞ്ചൽ സന്തോഷവതിയാണിപ്പോ. എനിക്കത് മതി. ഇനിയും അവൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ കൊടുക്കും. എൻ്റെ കൃഷ്ണ, അപ്പന്റെ മട്ടും ഭാവം കണ്ട ആനി ചേച്ചി മരിച്ചത് ഇന്നലെയോ മിനിങ്ങാന്നോ ആണെന്ന് തോന്നുന്നു. വർഷം 10 കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഈ കണ്ണീരൊഴുക്കലൊന്ന് നിർത്തിക്കൂടെ? പണ്ടേ ജീവിക്കാൻ പഠിക്കാത്ത ആളാ ഇങ്ങേര്. 2 മക്കളെ തന്നൂന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടായിട്ടില്ല.
പോയവര് പോയി. അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? മേരി, എത്ര നിസ്സാരമായിട്ടാണ് നീ ഇതൊക്കെ പറയുന്നത്. പോയത് നമ്മുടെ മോളാ. നീ തന്നെയല്ലേ അവളെ പ്രസവിച്ചത്? എന്ന് വെച്ച് മറക്കേണ്ടതൊക്കെ മറക്കുക തന്നെ വേണം. എന്നാലല്ലേ ജീവിക്കാൻ പറ്റൂ. അതെ, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? എന്ത് കാര്യം? സ്റ്റെഫിയെ ഹരിനാരായണനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം. ദേ, കണക്കറ്റ സ്വത്തുക്കളുടെ ഉടമ ഹരിനാരായണൻ. അതിനെല്ലാം ഇപ്പൊ ഒരേ ഒരു അവകാശി കൊച്ചുകുട്ടിയായ ഏഞ്ചല. ആനി പ്രാപ്തിയുള്ളവളായിരുന്നെങ്കിൽ സ്വത്തിന്റെ വലിയൊരു ഭാഗം മുമ്പേ ഇങ്ങോട്ട് വന്നേനെ. ഇവരുടെ വിവാഹം നടന്ന ഇവളാകും ആ സ്വത്തുക്കളുടെ അവകാശി. മനുഷ്യന് ആർത്തി ഉണ്ടാവും. പക്ഷെ ഇത് പച്ചക്കറി കച്ചവടമൊന്നും അല്ലല്ലോ, വിവാഹമല്ലേ. ഏത് കാര്യത്തിലും കൃത്യമായ ധാരണയുള്ള ആളാണ് ഹരിനാരായണൻ. ഇങ്ങനൊരു വിവാഹത്തിന് ഹരിനാരായണൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണല്ലോ നമ്മുടെ മിടുക്ക്. തിരുമുറ്റത്ത് എക്സ്പോർട്ടസിൽ ചേച്ചി ഇരുന്ന സ്ഥാനത്താ ഞാനിപ്പോ ഇരിക്കുന്നത്. വളരെ ഈസിയായ ഞാൻ ആ സീറ്റ് ഉറപ്പിച്ചത്. ഇനി ഭാര്യയുടെ സീറ്റ് അത് ഞാൻ ഉറപ്പിക്കും. ഒരിക്കലും നടക്കാത്ത കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നത്. നിങ്ങളുടെ പ്രായത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. എന്ത് പ്രായത്തിന്റെ വ്യത്യാസം? അങ്ങനെ നോക്കിയാ ഞാനും നിങ്ങളും തമ്മിലില്ലേ നല്ല പ്രായത്തിന്റെ വ്യത്യാസം. അപ്പനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൻ ഇപ്പോഴും ആ പഴഞ്ചൻ തന്നെയാ. എന്റെ നേരെ ഇരട്ടി പ്രായം ഉണ്ടാവും ഹരിയേട്ടന്. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. കൈനിറയെ സൗഭാഗ്യങ്ങൾ വരുമ്പോ ചിലതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കൊണ്ടൊന്നും നടക്കില്ല മോളെ. കാര്യം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾ തിരുമുറ്റത്ത് തറവാട്ടിലുണ്ട്. ഹരിനാരായണന്റെ അനിയൻ സൂര്യനാരായണൻ. സൂര്യനാരായണൻ വഴി ഇത് നമുക്ക് നടത്തിയെടുക്കാം. മേരി, ഇട്ടുമൂടാനുള്ള സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഈ തറവാടിനുമുണ്ട് മാനവും അഭിമാനവും. അത് കളഞ്ഞു കുളിക്കരുത്. ഈ ആവശ്യവും പറഞ്ഞു ചെന്നാൽ അവർ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. എന്നിട്ട് അടക്കം പറഞ്ഞ് ചിരിക്കും. വെറുതെ ഒരു പരിഹാസ കഥാപാത്രമാവണോ? ദേ, ശകുനം മുടക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്തു വേണോന്ന് എനിക്കും എന്റെ മോൾക്കും അറിയാം. വേണ്ട, ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ആഗ്രഹിച്ച നേടിയെടുക്കാൻ ഈ സ്റ്റെഫിക്ക് അറിയാം. അവളെ എന്റെ മോളാ. പറഞ്ഞതുപോലെ ആഗ്രഹിച്ചത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങളെപ്പോലെയല്ല, പ്രായോഗിക ബുദ്ധിയുള്ളവരാ. ഇനി എങ്ങാനും പ്രായത്തിന്റെ അന്തരം മോളെപ്പോലെയാണ് എന്നൊക്കെ പറഞ്ഞു വന്നാലുണ്ടല്ലോ. എന്നെ കാണുമ്പോ വിഷയാണെന്ന് അറിയില്ലേ? അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല മാഡം, സോറി. ഇവിടെ ജോലി ചെയ്യുന്നവരെ ആദ്യം ശീലിക്കേണ്ടത് എന്നെ ബഹുമാനിക്കാനും വിഷ് ചെയ്യാനും. കമ്പനി MDയുടെ ഭാര്യയാകാൻ പോകുന്ന ആളാ ഞാനെന്ന് ഓർമ്മ വേണം. ഭാര്യ ആണെന്ന് തന്നെ കൂട്ടിക്കോ. എന്താ സ്റ്റെഫി ഇത്? ഒരു ക്യാബിനിലേക്ക് കയറി വരുന്ന ഇങ്ങനെയാണോ? ഇങ്ങനെ വന്ന എന്താ കുഴപ്പം? ഇതൊരു ഓഫീസാണ്. ഇവിടെ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണം. എന്റെ മുന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്താ കരുതുക? എന്ത് വേണേലും കരുതിക്കോട്ടെ. നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? വേണം. ഞാൻ ഈ കമ്പനിയുടെ MDയും നീ ഇവിടുത്തെ സ്റ്റാഫുമാണ്. നീ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറിയാൽ അതൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് എനിക്കിഷ്ടാണ്.
ആൾക്കാരെന്താ പറഞ്ഞുണ്ടാക്കുക? ഞാനും ഹരിയേട്ടനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അല്ലേ? അതിവിടെ പലർക്കും അറിയാവുന്ന കാര്യമല്ലേ? സ്റ്റെഫി, ആനിയുടെ അനിയത്തി എന്ന നിലയിൽ നിനക്ക് ചില പരിഗണനകളും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. അത് നീ മിസ്യൂസ് ചെയ്യരുത്. ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വലിയ പാടാണ്, എന്നാലോ മോശം പറയിപ്പിക്കാൻ എളുപ്പവും. നീ നിന്റെ കുട്ടിക്കളിയൊക്കെ മാറ്റണം. ഇവിടെ എന്റെ തൊട്ട് താഴെയാണ് നിന്റെ സ്ഥാനം. അതിന് അതിൻ്റെതായിട്ടുള്ള പവറും ഉണ്ട്. എനിക്കെന്നും ഹരിയേട്ടന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനം മതി. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കോളാം. സ്റ്റെഫി, നീ നിന്റെ സീറ്റ് ചെന്നിരുന്ന് ജോലി ചെയ്യാൻ നോക്ക്. ഞാൻ എന്റെ സീറ്റിൽ തന്നെ ആയിരിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ആ സീറ്റ് ഒരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല.